എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ ടേസ്റ്റോടുകൂടി എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്നവരും ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത്. അതുപോലെ കുറുകിയ ഗ്രേവിയോട് കൂടിയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ. എല്ലാത്തിൻ്റെ കൂടെ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ 1500 ഗ്രാമിൻ്റെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിക്കനെ ഒന്ന് പുരട്ടി അരമണിക്കൂർ വെക്കണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കന് മസാലയുമായിട്ട് നല്ല രീതിയിൽ നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരമണിക്കൂർ എന്തെങ്കിലും ഇത് നമുക്ക് മാറ്റി വെക്കണം. കാരണം ചിക്കനിലോട്ട് മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് പിടിച്ച് വരണം. ആ സമയം കൊണ്ട് നമുക്ക് സവാളയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കിയെടുക്കാം. ഇവിടെ ഞാൻ മീഡിയം 5 സവാള എടുത്തിട്ടുണ്ട്. സവാള ഞാൻ ചോപ്പറിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൊത്തി അരിയുന്ന രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് 9 അല്ലി വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം, ഒരു ചെറിയ കഷ്ണം എടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഞാൻ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലൊക്കെ ചിക്കൻ കറി വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചിക്കൻ കറിയിൽ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തേങ്ങക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് ഫ്രൈ വരുമ്പോൾ മാത്രം പിന്നെ ഈ പറഞ്ഞ പോലെ കടുകിട്ട് കൊടുക്കുക. കടുക് അവസാനം പൊട്ടിച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ ആദ്യമേ അങ്ങ് കടുകിട്ട് കൊടുക്കും. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ബാക്കി ഉപ്പ് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാമേ. സവാള പകുതി വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തീ മീഡിയത്തിലിട്ട് കൊടുക്കാം കേട്ടോ. സവാള പകുതി വരെ ഒന്ന് വഴണ്ട് വരട്ടെ. സവാളയൊക്കെ പകുതിയും വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കാം. ഉള്ളി ഇവിടെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. തീ കുറച്ച് വെക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. എന്നിട്ട് തീ മീഡിയത്തിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരെ നല്ല രീതിയിൽ ഇനി അങ്ങ് വഴറ്റി കൊടുക്കണം. പൊടികളൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി വരണം. എന്ന് പറഞ്ഞ് കരിഞ്ഞു പോകരുത്. പൊടികളൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി വരുമ്പോഴാണ് ചിക്കൻ കറിക്ക് നല്ലൊരു കളറ് കിട്ടുന്നത്. മസാലയൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. 2 മീഡിയം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുള്ളൂ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. തക്കാളി മസാലയുമായിട്ട് നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. തക്കാളി നല്ല രീതിയിലൊന്ന് മെൽറ്റായി വരണം. അതിന് ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയും തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് വരട്ടെ. നമുക്കിതങ്ങ് അടച്ചു വെക്കാം. അപ്പോൾ പെട്ടെന്ന് ഇതങ്ങ് തക്കാളി അങ്ങ് വെന്ത് വരും. ഇവിടെ ഞാനൊരു മീഡിയം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങെന്ന് പറഞ്ഞാൽ പച്ച ഉരുളക്കിഴങ്ങാട്ടോ, വേവിച്ച ഉരുളക്കിഴങ്ങൊന്നുമല്ല. തൊലിയൊക്കെ ഇതിൻ്റെ പീൽ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തതാണ്. ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. തക്കാളി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി കണ്ടില്ലേ, നല്ല രീതിയിൽ ഉടഞ്ഞു വരുന്നുണ്ട്. അരച്ചെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങില്ല, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
മിക്സി കഴുകിയെടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തീയം കൂട്ടി വെക്കാമേ. അപ്പം നല്ല രീതിയിൽ നമുക്കിതിനെ ഇളക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം. ഈ അരപ്പ് നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം. ഉരുളക്കിഴങ്ങ് നമ്മൾ ഇട്ട് കൊടുത്ത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കൻ കറി വെച്ച് കഴിയുമ്പം ഗ്രേവിക്ക് ഒട്ടും കൊഴുപ്പില്ലാതെ വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഉരുളക്കിഴങ്ങ് അരച്ച് ചേർത്തത്. നമുക്കറിയാം ഉരുളക്കിഴങ്ങ് പീസുകളായിട്ട് തന്നെ കറിക്കകത്തിടുവാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു അരുചിയില്ല കേട്ടോ. നല്ല കൊഴുപ്പായിരിക്കും. നമുക്ക് എത്ര ഗ്രേവി വേണോ അത്രയും ഗ്രേവി നല്ല കൊഴുപ്പോട് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉരുളക്കിഴങ്ങ് അരച്ച് ഇങ്ങനെ ചിക്കൻ കറി വെച്ചിട്ടില്ലാത്തവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല കുറുകിയ ചാറോടുകൂടി അടിപൊളി ഗ്രേവി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗ്രേവി നല്ലതായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ചിക്കനിൽ മസാല ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ചിക്കൻ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യുക. ഈ സമയം ഞാൻ കൂട്ടിയിട്ടേക്കുന്നത് കേട്ടോ. ചിക്കനും ഗ്രേവിയുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് ചിക്കനിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വരട്ടെ. ചിക്കൻ നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പം ഇതിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് പിന്നെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ കറി വേകാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ഇതിലോട്ട് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കറി കാണുമ്പോൾ തന്നെ അറിയാം നല്ല കുറുകിയ ചാറോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അത് ഈ ഉരുളക്കിഴങ്ങ് അരച്ച് ചേർത്തോണ്ടാണ് ഇത്രയും കുറുകിയിരിക്കുന്നത്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് 1/2 തൊട്ട് 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാമേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. ഈ സമയം നിങ്ങൾ നോക്കുക, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ചിക്കൻ കറി വെന്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കങ്ങ് ഇളക്കി മിക്സ് ചെയ്യാം. തീ അങ്ങ് ഓഫ് ചെയ്യാമേ. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമല്ലേ. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഗ്രേവി കുറച്ചുകൂടെ അങ്ങ് കുറുകും കേട്ടോ. ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണേ. കറി തണുത്ത് വന്നപ്പോഴത്തേക്ക് ഗ്രേവിയൊക്കെ നല്ലതായിട്ട് പിന്നെയും കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ടങ്ങ് മാറ്റാം. നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ ചപ്പാത്തി ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ചിക്കൻ കറിയാണ്. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.